വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഒരു വിവാദ വാർത്ത നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കേരളത്തിൻ്റെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ദേശീയ തലത്തിലൊക്കെ അംഗീകാരം കിട്ടിയിട്ടുള്ള വളരെ മനോഹരമായൊരു സ്ഥാപനമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില. തൃശ്ശൂരിലെ മുളങ്കുന്നത്തുകാവിൽ വളരെ മനോഹരമായൊരു ക്യാമ്പസാണ്. ഞാൻ ദീർഘകാലം കിലയുടെ ഫാക്കൽറ്റിയായി ഞാൻ പോയിരുന്നു. കിലയ്ക്ക് വേണ്ടി കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പുസ്തകം എഴുതി കൊടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. മഴയെയും വെള്ളത്തെയൊക്കെ കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച്, മഴക്കുഴി നിർമ്മാണവും ജലസംരക്ഷണവുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ ആദ്യമായി ഈ ക്യാമ്പയിൻ തുടങ്ങി വെക്കുന്നത് ഞാനും കൂടി ചേർന്നിട്ടാണ്. അതിൻ്റെ ഞാനും കൂടിയല്ല, എനിക്കാണ് അതിന് വലിയ പങ്കുണ്ടായിരുന്നത്. സാങ്കേതികമായി സംസ്ഥാനത്തെ ആളുകളെ പരിശീലിപ്പിക്കുന്നതിലും വിജയിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. വാട്ടർ റിസോഴ്സിലെ ഡയറക്ടറായിരുന്നപ്പോഴും സ്റ്റേറ്റ് മഴവെള്ള സംഭരണത്തിൻ്റെ സ്റ്റേറ്റ് മാനേജറും സയൻറ്റിസ്റ്റോട്ടൊക്കെ നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് കിലയുമായി വളരെ ക്ലോസ് ആയിട്ടൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഞാൻ എൻ്റെ ജോലി തിരക്കും, പിന്നെ കിലയിൽ ഒരുപാട് ഫാക്കൽറ്റികൾ, കാരണം ആദ്യകാലത്താണ് ഈ നീർത്തട പരിപാടിയും വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റൊക്കെ പറയാൻ ഫാക്കൽറ്റികളെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫാക്കൽറ്റികളെ പരിശീലിപ്പിച്ചു. അവിടെ തന്നെ ലോക്കലായിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റികളെ, പ്രാദേശികമായി കിട്ടുന്ന ഫാക്കൽറ്റികളുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ പോയി ക്ലാസ് എടുക്കലൊന്നും പ്രായോഗികമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് പോകുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു വാർത്ത, അത്ര മനോഹരമായ നല്ലൊരു സ്ഥാപനത്തെക്കുറിച്ച് വളരെ ഒരു വിവാദ വാർത്ത ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതാണ്. ഇപ്പോൾ ഡിസംബറിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏകദേശം 20,999 21,000 വാർഡുകളുണ്ട് സംസ്ഥാനത്തുണ്ട്, ഗ്രാമപഞ്ചായത്തുകൾ. ഇതിൽ 50% വനിതാ വാർഡുകൾ, ഏകദേശം 10,499 10,500ഓളം വനിതാ വാർഡുകളുണ്ട്. ഈ 10,500 വനിതാ വാർഡുകളിലായിട്ട് ഏകദേശം 4 ഇരട്ടി ആളുകൾ മത്സരിക്കും. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരാൾ മത്സരിക്കും, പിന്നെ BJPയുടെ ഒരാൾ മത്സരിക്കും, കോൺഗ്രസിൻ്റെ ഒരാൾ മത്സരിക്കും. അപ്പോൾ തന്നെ പ്രധാന പാർട്ടികൾ 3ആയി. പിന്നെ ഒരു 10 പേര് വീതമെങ്കിലും മത്സരിക്കാൻ സാധ്യതയുണ്ട്, ഈ സ്വതന്ത്രരുൾപ്പെടെ. അങ്ങനെ നോക്കുമ്പോൾ 1,00,000 പേരെങ്കിലും ഈ 10,500ഓളം വരുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനം, അല്ല 10,500ഓളം വരുന്ന സ്ത്രീ വാർഡുകളിൽ 1,00,000ഓളം സ്ത്രീകളെങ്കിലും 10 വരെ വച്ചാൽ പോലും ശരാശരിയാണ് പറയുന്നത്, 1,00,000 സ്ത്രീകൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. കില ഇപ്പോൾ ഒരു അത്ഭുതകരമായ, ഒരു കൗതുകമുള്ളൊരു പരിശീലനമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു കൗതുകമുള്ള പരിശീലനം. എന്താ പരിശീലനം? കിലയുടെ പരിശീലനത്തിന് ചിലപ്പോൾ കുറച്ച് പൈസ കാണും. കാര്യം ഒരു സ്ഥാപനമല്ലേ, ചിലപ്പോൾ അതിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഡേറ്റ ആയതുകൊണ്ട് ആ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പരിശീലിപ്പിക്കാൻ പറ്റിയുള്ള കാണത്തില്ല. അപ്പോൾ അധികം പണം കാണും. അതുകൊണ്ടൊരു 3 ദിവസത്തെ പരിശീലനം 1000 പേർക്ക്, 1,00,000 പേരെങ്കിലും മത്സരിക്കുകയെ 1000 പേരെ സെലക്ട് ചെയ്യും. എന്താണ് പരിശീലനം? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാകാനും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും മറ്റു കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിക്കുക? ഒരു പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണ്ണയം ഇനിയാണ് വരുന്നത്. ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് ഇപ്പം 50%ഓളം 10,500ഓളം വരുന്ന 499ഓളം വരുന്ന വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവരും ഒക്കെ ഇനി മത്സരിക്കുമോയെന്നറിയില്ല. അവരെ വാർഡുകൾ, പിന്നെ പുരുഷന്മാരുടെ വാർഡാകുമെന്നറിയില്ല. ഇനി എത്ര പേര് മത്സരിക്കുമെന്നറിയില്ല. ആരൊക്കെയാണ്, ഇതൊന്നും അറിയാതെ തന്നെ ഒരു 1000 പേർക്ക് പരിശീലനം കൊടുക്കണം. എന്താണ് ഈ പരിശീലനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഒരു പിടുത്തവുമില്ലാത്തൊരു പരിശീലനമാണ് ഇത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വനിതകളുടെ ഇടയിൽ സ്ഥാനാർത്ഥിയാകാൻ പ്രത്യേക പരിശീലനം ലഭിച്ച സർവ്വതാ യോഗ്യർ, പരിശീലനം ലഭിക്കാത്ത, നേതൃത്വ ഗുണമില്ലാത്തവർ എന്നിങ്ങനെ വേർതിരിവുണ്ടാക്കി. ജനാധിപത്യത്തിൽ അങ്ങനെ പറ്റുമോ? സ്ഥാനാർത്ഥിയാവാൻ പരിശീലനം, ജയിച്ചു വന്നതിന് ശേഷം പരിശീലിപ്പിക്കാം. അല്ലെങ്കിൽ മത്സരിക്കുന്ന എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാം. ഈ 1000 പേർക്ക് 3 ദിവസം പരിശീലിപ്പിക്കുന്ന പണം മതി. സ്ഥാനാർത്ഥികളായതിനു ശേഷം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ചേർന്ന് ആലോചിച്ച് ഈ 1,00,000 പേരാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നതെങ്കിൽ അവരെ ഒരു ജില്ലാ തലത്തിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ 10,000-15,000 പേര് വരെ, അല്ലെങ്കിൽ 2 പരിപാടി വെച്ച് വിളിക്കാം. ജില്ലാ തലത്തിൽ 10,000 പേരെ വീതം വരുന്ന ഹാളുകളൊക്കെ ഉണ്ടല്ലോ, 10-20 പരിപാടി, അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിൽ വിളിക്കാം. റിസോഴ്സ് പേഴ്സൺമാർ അങ്ങോട്ട് പോയാൽ മതി. ബ്ലോക്ക് തലത്തിൽ വിളിച്ച് അവർക്ക് നല്ല ഓറിയൻറ്റേഷൻ കൊടുക്കുക. എന്താണ് അത്? സതുദ്ദേശപരമായി നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് 1,00,000 പേര് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് തീരുമാനിക്കാതെ, ആരൊക്കെ മത്സരിക്കുമെന്നറിയാതെ, ആരൊക്കെ സ്ഥാനാർത്ഥിയാകുമെന്നറിയാതെ, ഒന്നും അറിയാതെ 1000 സ്ത്രീകൾക്കുള്ള പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പരിശീലനത്തിൻ്റെ ഉദ്ദേശം എന്നറിയില്ല. 3 ദിവസത്തെ പരിശീലനമാണ് പറയുന്നത്. 15,000 ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ 10,20,990 21,000ഓളം വരുന്ന വാർഡുകളിലുള്ള ആളുകളെ വിളിച്ചിട്ട് എന്ത് പരിശീലനമാണ് കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ രസകരമായൊരു ചോദ്യമാണുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണ് പരിശീലനം. അതുതന്നെ മത്സരിക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക്. എങ്ങനെയാണ് ഇതൊക്കെ ഇപ്പോൾ തീരുമാനിക്കുക എന്നറിയില്ല. 1,00,000 പേര് മത്സരിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിൽ ആരാണ്, എന്താണ് തീയതി എന്ന് ഒന്നും നിശ്ചയിക്കാത്തൊരു സമയത്ത് 1000 പേരെ വിളിച്ചുകൂട്ടി 3 ദിവസം നടത്തുന്ന പരിശീലനത്തിൻ്റെ എന്താണ് ഈ പരിശീലനം എന്നുള്ളത് വളരെ രസകരമായൊരു പരിശീലനമാണ്. അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഒരു 1,00,000 പേരെ പരിശീലിപ്പിച്ചാൽ
ഓക്കെ, അവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുത്താൽ ഓക്കെ. ഇതെന്ത് പരിശീലനം നമുക്കറിയില്ല. പണമുണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയും പണം ചിലവാക്കി കളയണോ എന്ന് കിലയുടെ ഭാരവാഹികളും അതിൻ്റെ ഡയറക്ടറും ഒക്കെ ആലോചിക്കുക. എന്തായാലും വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ പലതും നടക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഇപ്പോൾ കില ഒരു പുതിയൊരു രസകരമായ, എല്ലാവർക്കും വിവാദത്തിനും ട്രോളിനുമുള്ള പുതിയൊരു വിഷയമായി കില മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് വേണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ വിവാദങ്ങളിലേക്ക് പോകാതെ തന്നെ ഉള്ള പണം കൊണ്ട് വളരെ മനോഹരമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സൃഷ്ടിച്ചെടുക്കാനുള്ള മാതൃകാ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ചിലവഴിക്കാമായിരുന്നു. എന്തായാലും വകമാറ്റാനും ഒക്കെ പറ്റുമല്ലോ, ട്രെയിനിങ് അല്ലേ. അപ്പോൾ അതിനകത്ത് ബഡ്ജറ്റിനകത്തൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ അതങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്തത് എന്തായാലും ശരിയായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം.